ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാല കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെയും അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റിൻ്റെയും ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്ന മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അതിനായിട്ട് ആദ്യം ഞാനൊരു ചെറിയ ജാറാണ്, മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 30 ചുവന്നുള്ളിയാണ് കേട്ടോ അതിട്ട് കൊടുക്കുന്നത്. നമ്മളിവിടെ സവോളയോ തക്കാളിയോ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. 30 ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് 1.5 കിലോ ചിക്കൻ ഉണ്ട്. പിന്നെ ഒരു 12ഓളം വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ 2 ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 50 ഉണക്കമുളകാണ് കേട്ടോ വേണ്ടത്. അതിട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവരണം. വെള്ളം തുള്ളി ആഡ് ആക്കാതെ വേണം അരക്കാൻ കേട്ടോ. അതിൽ ചെറിയ ചെറിയ പീസ് പോലെ ഒന്നും ഉണ്ടാവാൻ പാടില്ല, ഫുള്ളായിട്ട് അരഞ്ഞ് കിട്ടണം. ഞാനതിവിടെ അടിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടാ. ഇനി നമ്മളിവിടെ കഴുകി ക്ലീനാക്കി വെച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കണം കേട്ടോ ഏറ്റവും നല്ലത്. ഇവിടെ ചെറിയ പീസാക്കിയിട്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മളിവിടെ പേസ്റ്റാക്കി വെച്ച ഈ അരപ്പില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പോഴാണ് ആ ചിക്കന്മേ എല്ലായിടത്തും ഈ ഉള്ളിയുടെ മസാല എല്ലായിടത്തും പിടിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. തുള്ളി വെള്ളം നമ്മൾ ഉള്ളി പേസ്റ്റ് ആക്കുന്ന സമയത്ത് ആഡ് ചെയ്യരുത് കേട്ടോ. വെള്ളമില്ലാതെ തന്നെ നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു അരമണിക്കൂർ ടൈം ഉണ്ടെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് സെറ്റായിട്ട് ആകുമ്പോൾ മസാല പിടിച്ചിട്ടുണ്ടാവും. അതിനുശേഷം നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ച് അതിനുശേഷം ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾ അതിൽ എന്തെല്ലാം ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ഇട്ടായിട്ട് നല്ലൊരു ടേസ്റ്റിന്. അതിന് ശേഷം എണ്ണ ചൂടായതിനു ശേഷം കറിവേപ്പില ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും പൊടികളാണ് നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ, വേറെ പൊടികൾ ചേർക്കുന്നില്ല. ഇത് നന്നായിട്ട് പച്ചമണം പോകുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ എടുക്കുമ്പോൾ കാശ്മീരി ചില്ലി തന്നെ എടുക്കാൻ നോക്കുക. കാരണം നമ്മൾ അതിൽ ഉണക്കമുളകൊക്കെ ആഡ് ചെയ്തതാണ്. അപ്പോൾ എരിവ് കൂടണ്ട. അപ്പോൾ അതിന് ഇതാകുമ്പോൾ കുറച്ച് കളറും കിട്ടും, എരിവും ഉണ്ടാവില്ല. അപ്പോൾ കാശ്മീരി ചില്ലി തന്നെ എടുക്കാൻ നോക്കുക. ഇപ്പോൾ നമ്മൾ വഴറ്റി ഇതിൻ്റെ പച്ചമുളക്കം മാറിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിവിടെ മസാല സെറ്റാക്കി വെച്ച ചിക്കനില്ല അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നല്ല മസാല പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊണ്ട് തന്നെ ആകുമ്പോൾ ആ ഉള്ളിയുടെ മസാല പിടിച്ച് നല്ലൊരു ഇതുണ്ടാവും. അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ആ പൊടികളുടെ മസാലയും ചിക്കനും എല്ലാം കൂടിയിട്ട് നിന്ന് സെറ്റായിട്ട് മിക്സ് ആക്കണം. ഫുൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മിക്സ് ആക്കുക കേട്ടോ. ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നില്ല. വെള്ളം ആഡ് ചെയ്യാതെ തന്നെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ തന്നെ അതിന് ചിക്കൻ എന്നൊക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരുമല്ലോ. അപ്പോൾ വെള്ളം തീരെ ആഡ് ചെയ്യണ്ട കേട്ടോ. അത് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഗ്രേവി അതിൽ നിന്ന് ഇറങ്ങി വന്ന ഗ്രേവിയാണ്, വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ടില്ലല്ലോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചിക്കൻ ഒന്നുകൂടി വേവാനുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. എപ്പോഴും അടച്ചു വെച്ച് വേവിക്കുമ്പോഴും ഇളക്കി കൊടുക്കുമ്പോഴൊക്കെ മീഡിയത്തിൽ തന്നെ ഫ്ലെയിം ഇടുക കേട്ടോ. ഹൈയിൽ വെക്കരുത് ഒരിക്കലും, അത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്തായാലും. ഇപ്പോൾ നമ്മുടെ ഒന്നുകൂടി തുറന്നു നോക്കി ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ വേറെ പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ മുളകും മഞ്ഞൾപ്പൊടി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഉള്ളിയും തക്കാളികളൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ കുറച്ച് കറിവേപ്പില നല്ല പൊട്ടിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തൂക്കി കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ ഈ രീതിയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ ലൂസ് കറി പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചൂടാക്കിയിട്ട് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിക്കരുത്, കുറച്ച് ഒരു കറി രൂപത്തിൽ ഒഴിച്ച് കൊടുക്കുക. ലൂസാക്കിയ ടേസ്റ്റൊക്കെ കുറയും. പിന്നെ ഈ ഒരു ഗ്രേവിയിലാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു കുറച്ച് ഗ്രേവിയിലാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് ഗ്രേവി കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു മസാല കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു മസാല വെച്ചിട്ട് കറിയാക്കാം, നമുക്ക് റോസ്റ്റും ആക്കാം കേട്ടോ. ഞാൻ അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആകെ ആ ചുവന്നുള്ളിൽ നേരാക്കുന്ന ടൈം മാത്രമേ പോവുള്ളൂ. ബാക്കി പൊടികളും കുറവാണ്. ഉള്ളിയും തക്കാളി ഒന്നും എടുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റും സാധാ ചിക്കൻ കറിനായിട്ട് വേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ മസാല മാത്രം, ആ ഗ്രേവി മാത്രം മതി നമുക്ക് ചോറോ ചപ്പാത്തിയോ അപ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചിക്കനും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഈസിയാണ് ഉണ്ടാക്കാൻ, സമയം ലാഭമാണ്, പെട്ടെന്ന് ഉണ്ടാക്കുന്ന
റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.